നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ആകർഷണം വിടാതെ കറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ബന്ധിച്ച് പിടിച്ച് ഗുരു വന്ന് ബൂസ്റ്റർ റോക്കറ്റ് നമ്മളെ കരങ്ങളിലേക്ക് ഉത്തരിക്കുകയാണ്. അനുഭവിച്ച് അറിഞ്ഞവൻ അവനെയാണ് നമ്മൾ ഗുരുവായി സ്വീകരിക്കുന്നത്. അവർ കാണിച്ചു തരുന്ന പാത നമ്മൾ പിന്തുടരുന്ന മാതൃക. അവർ ഒഴുക്കുള്ള നദിയിൽ കൂടെ യാത്ര ചെയ്യുന്ന പോലാണ്. കുറച്ച് തുഴഞ്ഞാൽ മതി. ഇഷ്ടാനിഷ്ടങ്ങൾ കളയാൻ വലിയ വിഷമമാണ്. നമ്മൾ അതിലാണല്ലോ ബന്ധിച്ചിരിക്കുന്നത്, കെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കളയാമെന്നാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് കൈ മരവിച്ച് പോകും. ഐസ് വെള്ളത്തിൽ സാധനം പെട്ടിപ്പിടിച്ചുകൊണ്ടെന്നല്ല അങ്ങനെ. പിന്നെ ഇത് നിവരത്തിൽ ആഗ്രഹിച്ച നിവരത്തില്ല, ബന്ധിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരിലും സ്ഥലത്തുമുണ്ട്. വേണ്ടാത്തത് മാത്രമാണ് ഗുരു കളയുന്നത്. പക്ഷെ അതിനെയാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശില്പത്തെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. നമ്മൾ സംഗീത വാസനയുണ്ട്. ഇപ്പം പാട്ടുകാർ, കേരളത്തിൽ പറയാം യേശുദാസും അങ്ങനെയൊക്കെ ഉള്ള മക്കളാണ് പാട്ടുകാരെ പറയാം. യേശുദാസിൻ്റെ മോനാണ് പാട്ട് പഠിക്കാതെ പാടാനൊക്കത്തില്ല. വാസന സംസ്കാരം അച്ഛനെ കാണുമായിരിക്കും. എന്നാലും സംഗീതം പഠിക്കാതെ പാടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇന്നത്തെ സാധകം ചെയ്തിട്ടാണ് മറ്റുള്ളവരെ പാടിക്കേൽപ്പിക്കുക. അതുകൊണ്ട് തനിക്ക് മറ്റുള്ളവർക്കും ആസ്വാദനകരമാക്കി മാറ്റി. അപ്പോൾ നമ്മളിലെല്ലാം സംഗീത വാസന ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ നിരന്തരം അഭ്യസിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് നമുക്കും പ്രായോഗികമാക്കി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സംഗീതം നടക്കുകയാണ്. കേൾക്കാനായിട്ട് അച്ഛനും മോനും കൂടെ പോയി ഇരിക്കുകയാണ്. സംഗീതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം മോൻ പറഞ്ഞ് എനിക്കും സംഗീതജ്ഞനാകണം. എനിക്കിപ്പം മനസ്സിലായി ഇതാണ് ഏറ്റവും നല്ലത്, മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഏത് സംഗീതം പഠിക്കാനാണ് ഇഷ്ടം? വയലിൻ പഠിക്കാനാണ്? ഓ അതോ, എത്രയോ നാളെടുക്കും അത് പഠിക്കാൻ. പിന്നെ ഗിത്താറാണോ? അതിനെത്രയോ സമയം എടുക്കാൻ. പിന്നെ അങ്ങനെ ഓരോന്ന് വീണയാണോ കുറേ ചോദിച്ചു. ഏത് സംഗീതമാണ് ഇഷ്ടം? ഓരോന്നും അതൊക്കെ ഇത്ര നാൾക്ക് ഇത്ര എടുക്കും. പിന്നെ ഏതാ മോനിഷ്ടം? ആ കണ്ടക്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഇങ്ങനെയുള്ള അത് ചെയ്യാനാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഇത് ചെയ്യണമെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ജ്ഞാനം ഉണ്ടാകണം, സംഗീതജ്ഞാനം ഉണ്ടാകണം, താളത്തിൻ്റെ എല്ലാം ഉണ്ടാകണം. എങ്കിൽ ഇത് ശരിക്കും ഗൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതറിയില്ല. ഇതുപോലെ കുറുക്ക് വഴിയാണ് ഇഷ്ടം. എപ്പോഴും ഡയറക്റ്റ് ചെയ്യണം. അത് ശരിക്ക് ലീഡറാണ് എല്ലാവരും നയിക്കുന്നത്. പക്ഷെ അതിൻ്റെ വലിയ പ്രയത്നിക്കാൻ താല്പര്യമില്ല. ഒരു പ്രയത്നവും ചെയ്യണ്ട, പക്ഷേ തനിക്ക് ലീഡറാകണം. ഈ കുറുക്ക് വഴി നോക്കിയാൽ നമ്മൾ പോകുന്നു. ശിഷ്യനാകാൻ ആർക്ക് താല്പര്യമില്ല, പ്രയത്നിക്കാൻ താല്പര്യമില്ല. ഗുരുവാകാനാണ് താല്പര്യം. പ്രയത്നിക്കേണ്ട, ഗുരുവാകണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ തുഴയുന്നുണ്ട്. പക്ഷെ കെട്ടിക്കിടക്കുകയാണ് നമ്മുടെ മനസ്സ്. ഭൗതിക കാര്യങ്ങളിൽ ബന്ധിച്ചിരിക്കുന്ന കെട്ടിക്കിടക്കുന്നുണ്ട്. എത്ര തുഴഞ്ഞിട്ടും അക്കരയ്ക്ക് നമുക്ക് എത്തുന്നില്ല. ഒരു ബൂസ്റ്റർ റോക്കറ്റ് പോലാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ആകർഷണം വിടാതെ കറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ബന്ധിച്ച് പിടിച്ച് ഗുരു വന്ന് ബൂസ്റ്റർ റോക്കറ്റ് നമ്മളെ കരങ്ങളിലേക്ക് ഉത്തരിക്കുകയാണ്. അനുഭവിച്ച് അറിഞ്ഞവൻ അവനെയാണ് നമ്മൾ ഗുരുവായി സ്വീകരിക്കുന്നത്. അവർ കാണിച്ചു തരുന്ന പാത നമ്മൾ പിന്തുടരുന്ന മാതൃക. അവർ ഒഴുക്കുള്ള നദിയിൽ കൂടെ യാത്ര ചെയ്യുന്ന പോലാണ്. കുറച്ച് തുഴഞ്ഞാൽ മതി. ഉള്ളം കഴിയിലെ നെല്ലിക്ക പോലെ പ്രപഞ്ച സത്യത്തെ അവർ അറിഞ്ഞിരിക്കുന്നു. ചെറിയ ഭൂമികോളം കണ്ടാൽ ലോകം മുഴുക്ക ഭൂമികോളത്തിലുണ്ട്. നമ്മുടെ വീട് നോക്കി അതിനകത്ത് കാണത്തില്ല, പക്ഷെ അതിലുണ്ട്. അപ്പം അതുപോലെ എല്ലാവരിലും ആത്മാവിനെ കാണുക, എല്ലാത്തിലും ആത്മാവിനെ കണ്ട്. ചോറ് വെന്തോന്ന് നോക്കാൻ എല്ലാ അരിയും എടുത്ത് നോക്കണ്ടല്ലോ. പൈപ്പായ ടാങ്കിലെ വെള്ളം മുഴുക്ക ലോകത്തിലേക്ക് കൊടുക്കാം. ഹീറോ ആകാനുള്ള തൻ്റെ 10 സെൻറ്റ് തൻ്റെ എല്ലാം വിടുമ്പോൾ പിന്നെ ലോകം മുഴുക്ക തൻ്റെതായതുപോലെ ഞാനതിൻ്റെ നിന്ന് വിട്ടു. ആ ഒരു ഭാവത്തിൽ പിന്നെ ലോകത്തിൻ്റെ സ്വഭാവം. അവർ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും അവർ തന്നിൽ തന്നെയാണ്, ലോകത്തിലല്ല. വെള്ളത്തിലെ വെണ്ണ പോലാണ്. അവരൊന്നിലും ബന്ധിക്കുന്നില്ല. അവരുടെ കർമ്മവും അവർ കർത്തൃത്വബോധമില്ലാത്തതുകൊണ്ട് അവർ ബന്ധിക്കുന്നില്ല. ഇപ്പോൾ കൃഷ്ണൻ അർജുനോട് പറയാത്ത ലോകത്തിലും അർജുന ഈ നേടാനൊന്നുമില്ല, എന്നാലും ഞാനിതാ കർമ്മം ചെയ്യുന്നു. കർമ്മയോഗമാണ്.